മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 34:18, The book of Psalms 34:18 നമുക്ക് ധ്യാനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഒരു നൂറ്റാണ്ട് മുൻപാണ് സംഭവം. കുറെ പെൺകുട്ടികൾ റോഡിലൂടെ അതിവേഗം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. നേരം പോയതിനാലാവണം അവർ ഇടയ്ക്കിടെ നടക്കുകയും ഓടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം അവർക്കെതിരെ കൂരിക്കൂടി ഒരു മുത്തശ്ശി നടന്നു വന്നു. മക്കളെ, ഒന്ന് നിൽക്കണേ, ഇറയാർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു. നിൽക്കാൻ നേരമില്ല മുത്തശ്ശി, നേരം പോയി. കൂടുതൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഉറക്കെ പറഞ്ഞിട്ട് നടത്തത്തിന് വേഗത കൂട്ടി. മേരി എന്ന സുന്ദരിയായ പെൺകുട്ടി മാത്രം തിരിഞ്ഞു നിന്നു. അവൾ ചോദിച്ചു, എന്താണ് മുത്തശ്ശി കാര്യം? വൃദ്ധയുടെ മുഖം വിടർന്നു, ചുണ്ടുകൾ വിതുമ്പി. അവർ പതുക്കെ നടന്നു വന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നീ മിടുക്കിയാകും മോളെ. വന്യപോലെ മൃദുലമായ അവളുടെ കരങ്ങളെടുത്ത് ആ മുത്തശ്ശി ലാളിച്ചു. ലോകത്തിലെ അമൂല്യമായ ഒരു മുത്താണ് മോളെ നീ. അങ്ങനെ പറഞ്ഞ് വൃദ്ധ അവളുടെ കരങ്ങൾ ചേർത്ത് ചുംബിച്ചു. നീ പഠിക്കുക, പഠിച്ചു വലിയവളാവുക. പിന്നീടൊന്നും പറയാതെ അവർ കൂരിക്കൂടി മുന്നോട്ട് നടന്നു. മേരി ഒരു സ്വപ്നത്തിലെന്നവണ്ണം ആ വൃദ്ധയെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്നു. ആ വൃദ്ധയുടെ പ്രവചനം സത്യമായി. ഈ കുട്ടിയാണ് 2 തവണ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ മാഡം ക്യൂറി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മേരി സ്കോർഡോവാസ്ക ക്യൂറി. അതെ, കണ്ണുനീരിൽ പൊതിഞ്ഞ സ്നേഹം കൊണ്ട് അത് കൂടുതൽ സ്നേഹം അർഹിക്കുകയാണ്. നമ്മുടെ ഹൃദയം ആർദ്രമാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.